ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 3 സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഷുഗർ വേണം, പിന്നെ 2 ടീസ്പൂൺ റവ, പിന്നെ 1/4 ഗ്ലാസ് പാൽ. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ മാംഗോടെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് റവ ആഡ് ചെയ്യാം. സ്പൂൺ ചെറുതായത് കൊണ്ടാണ് ഞാനൊരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. റവ നമുക്ക് അത്രയും മതി. അടുത്തത് പാലെടുക്കാവേ. പാല് 1 ഗ്ലാസ് ഞാൻ ഒഴിച്ചു. ഇനി ആ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഒരു 1/4 ഗ്ലാസ് കൂടി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ 1/4 ഗ്ലാസും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. പാല് തിളച്ചിട്ട് റവ അതിലോട്ട് ആഡ് ചെയ്താലും മതി. പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ രീതിക്കാണേ. ഇനി പഞ്ചസാര ആഡ് ചെയ്യാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണേ. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി തിക്നെസ് ആവാം കേട്ടോ. നമ്മൾ എന്തായാലും ഇതിനി മിക്സിയിലോട്ട് അടിക്കാൻ പോവുക. അപ്പം ഇനി കുറച്ചും കൂടി കട്ടിയായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിനോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് മാംഗോയുടെ ഫ്ലേവർ ചേർക്കുകയാണേ. ഇത് ഓപ്ഷണലാണ്. ഇതില്ലേലും കുഴപ്പമില്ല. അതിന് പകരം നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഒരു ഭംഗിക്ക് വേണ്ടി ഇടുന്നതാണേ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആറിയതിന് ശേഷം മാത്രം മിക്സിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് മാറ്റാം. അപ്പം ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതൊരു പാത്രം എടുത്തിട്ട് ഫ്രീസറിൽ വെക്കാനായിട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമുക്കൊന്ന് മൂടി വെക്കണം. എന്നിട്ട് അടപ്പുകൊണ്ട് അടച്ചിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കാം. 2 മണിക്കൂറാണ് വെക്കേണ്ടത്. 2 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തതാണേ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഫ്രീസായിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. ആ പാത്രത്തിൽ തന്നെ ഇത് ഒഴിച്ച് വെക്കാം. ഇത് 8 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കണം. 8 മണിക്കൂറിന് ശേഷം നമുക്കിതെടുക്കാം. 8 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കാവേ. അത്യാവശ്യം നല്ല ഫ്രീസായിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ മോന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്.